പീതാംബരങ്കരവിരാജിതശങ്കരക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതത്തിൽ ഉദ്ധവന് കുറേ കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ യമം, നിയമം ഇതിലായിട്ടുള്ളത് എന്താണ്, ദക്ഷിണ എന്താണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചോദ്യങ്ങളാണ് അവിടെ ചോദിച്ചത്. പിന്നെ അതിനുശേഷം വിധി, പ്രതിഷേധം, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇത് കുറേ ഇങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. വേദോക്തമായിട്ടുള്ളതും ശ്രുതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി ശാസ്ത്രം, പുരാണം ഇതൊക്കെ തന്നെയാണ് നമുക്ക് പ്രമാണം എന്നൊക്കെ പറയുക. ഒട്ടടുത്ത് പറയണു ഇത് മുഴുവൻ നോക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന്. കുഴപ്പമല്ലേ, നോക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പറയണം നോക്കണ്ടാന്ന്. എന്താ ചെയ്യേണ്ടത്? നോക്കുക വേണ്ട, നോക്കാതിരിക്കുക വേണ്ട. വിധിച്ച പ്രതിഷേധശ്ച നിഗമോ കീശരस्य അപേക്ഷതേത എന്താക്ഷാ ഗുണം ദോഷം ച കർമ്മണാം. വിധി പ്രതിഷേധം എന്താണ്, വിധി നിഷേധം, അത് കൂടുതലായിട്ട് അതിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞതും അതൊക്കെ നോക്കണം എന്ന് അങ്ങനെ പറഞ്ഞു. അതിനുള്ള യമം, നിയമം കുറേ കാര്യങ്ങൾ ഒരു ഏതാണ് ഒന്ന് നിശ്ചയിച്ച് പറഞ്ഞു തന്നാലല്ലേ ആശയക്കുഴപ്പം തീരുള്ളൂ. വേറൊന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ, വളരെ എളുപ്പത്തിലിത് പറയാം. ഇതായാലും വേദമായാലും ശ്രുതി ആയാലും വേറൊന്നായാലും പുരാണമായാലും ഒറ്റ ഒന്നേ ഉള്ളൂ, ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. എന്താ ലക്ഷ്യം? പ്രപഞ്ചബന്ധത്തിൽ നിന്ന് വിട്ടിട്ട് ഈശ്വരനായിട്ട് ഒന്നാവില്ല തന്നെ, എവിടെ സംശയം? അപ്പോൾ ആ ഒരു ലക്ഷ്യം ഏതുകൊണ്ടാണ് സാധിക്കുക അത് ചെയ്യുക. ഏതുകൊണ്ടാണ് ചെയ്യാതിരുന്നാലാ പറ്റുക വെച്ചാൽ ചെയ്യാതിരിക്കുക. അല്ലാതെ ഇപ്പോൾ വേദാണെങ്കിലും ശ്രുതിയാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്, എന്താണ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്, കുറച്ചൊക്കെ നോക്കാം. നോക്കണ്ടെന്ന് പറയണില്ല, പക്ഷേ അത് മാർഗം മാത്രമാണ്. അവിടെ മാത്രം കടന്ന് തിരിയേണ്ട ഒന്നല്ല ഈശ്വരതത്വം. അതിന്നും അപ്പുറത്താണ്. പലതും വേദം അവസാന വാക്കല്ല എന്ന് പറയുന്നുണ്ട്. പല കാര്യം കൊണ്ടും വേദം അവസാന വാക്കല്ല. അപ്പോൾ അവസാന വാക്ക് എന്താ? അവസാന വാക്ക് ഭാഗവതമുള്ളവർക്ക് അതാണ്, പുരാണമാണ്, നമ്മുടെ അനുഭവമാണ്. ഈശ്വരനുമായിട്ട് ഉള്ള ചേർച്ച, അത് സ്വാനുഭവം കൊണ്ട് എന്താണ് ഭേദം എന്ന് തോന്നുന്നത് ചെയ്യാമെന്നാണ്. അത് തെറ്റൊന്നുമില്ല. ഒരു ശാസ്ത്രവാക്യത്തെ ലംഘിച്ചാലാണ് ഈശ്വരനിലേക്ക് എത്തിച്ചാൽ ലംഘിക്കാം, അത് തെറ്റൊന്നുമില്ല. അനുസരിച്ചിട്ട് എത്തണില്ല വെച്ചാൽ പിന്നെ എന്തിനാ അത്? അതെങ്ങനെയാണ് നിങ്ങൾ പറയുക? പറയാനുള്ള കാരണം ഗോപസ്ത്രീകൾ ഭഗവാനോട് പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്? സത്യം കുരുഷ, എല്ലാം ത്യജിച്ച് അങ്ങയുടെ അടുത്ത് എത്തിയിട്ടുള്ളവർക്ക് എന്തിനാണ് സ്വധർമ്മം പറയണത്? സ്വധർമ്മത്തിന് അവിടെ എന്ത് പ്രസക്തി ഭഗവാനെ? ഭർത്താക്കന്മാർ ചുറ്റിച്ച് വീട്ടിലിരുന്നതുകൊണ്ട് ഈശ്വരനിലെത്തുമോ? ഞങ്ങൾക്ക് തോന്നണം അതൊക്കെ വിട്ടിട്ട് അങ്ങയിലേക്ക് വന്നാലും എത്താം. ചൂടി നല്ലത് അതാണെന്ന് തോന്നിയാൽ എന്തിനാ ചെയ്യാൻ മടിക്കണം? ഭഗവാൻ അതിനെ അംഗീകരിക്കില്ലേ ചെയ്ത്? ഭഗവാൻ അംഗീകരിച്ച പിന്നെ അതിലും ഏതൊരു വേദമുണ്ടോ, ശ്രുതിയുണ്ടോ? ഒന്നുമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ എന്ന ആ ഒരു തത്വമാണ് ലക്ഷ്യം. അതാണ് സർവഥാ മീതെ. അത് താഴെ വേദവും കാര്യങ്ങളും. ഭാഗവതം തന്നെ നമുക്ക് അതാണ് കാണിച്ചു തരണം. വേദം അവസാന വാക്കൊന്നുമല്ല. തെച്ചനായി എന്ന് പറഞ്ഞുകൊണ്ട് പോക്കെയായോ? വേദം ത്രിഗുണത്തിൽ നിൽക്കുന്നതാണ്. ഈശ്വരൻ നിർഗുണനാണ്. അവിടെ തന്നെ പോയില്ലേ? ത്രിഗുണത്തിൽ കിടന്ന് തിരിയണതാണ് വേദം എന്നാണ് പറയണത്, നിർഗുണമല്ല. ഈശ്വരൻ നിർഗുണനാണ്. അപ്പോൾ ഓരോ ദിക്കിലും വ്യത്യസ്തങ്ങളും വ്യതിയാനങ്ങളും കാണാം. അവിടെ എന്താ ഈശ്വരനിലേക്ക് എത്തുക, അത് എടുക്കുക. എന്തെത്തില്ല അത് തള്ളുക, അത്രയേ ഉള്ളൂ. ലക്ഷ്യം എപ്പോഴും ഓർമ്മയുണ്ടാവണം. മാർഗത്തിലല്ല കടന്ന് തിരിയേണ്ടത്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ചില തത്വപ്രതിപാദനങ്ങളെക്കുറിച്ചാണ് ചോദിച്ചത്.
അപ്പം അതും ഭഗവാൻ പറഞ്ഞു, ദ്വൈതത്വം എന്ന് പറയുന്നത് എപ്പോഴും പലതരത്തിലുണ്ട്. അദ്വൈതമാണ് ഏറ്റവും പ്രധാനമായിട്ട് അംഗീകരിക്കപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന തത്വം. എന്താണ്? ഈശ്വരനല്ലാണ്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല. ജഗത്ത് ഈശ്വരൻ്റെ തന്നെ രൂപമാണ്. അപ്പോൾ ഈശ്വരനല്ലാണ്ട് മറ്റൊന്നുണ്ടോ വെച്ചാൽ ഇല്ല. ഇതിനെയാണ് നമ്മൾ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. ശങ്കരാചാര്യ സ്വാമികളുടെ അതേപോലെയുള്ളവരും അംഗീകരിച്ച സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം. ഒറ്റ തത്വമേ ഉള്ളൂ, ഏത്? ഈശ്വരൻ. നമ്മളൊക്കെയോ ഈശ്വരൻ്റെ ഭാഗം, ഈശ്വരൻ്റെ തന്നെ ഭാഗങ്ങളാണ്, വ്യത്യസ്തമല്ല. ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമല്ല ജഗത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അദ്വൈത സിദ്ധാന്തം. വ്യത്യസ്തമാണ് എന്ന് വാദിച്ചാൽ അത് ദ്വൈതമായി. ഇവിടെ രണ്ട് സിദ്ധാന്തമുണ്ട്, ബ്രഹ്മം വേറെ ജഗത്ത് വേറെ. കേട്ടൊക്കെ ശരിയാ തോന്നും. ശരിയുത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ടല്ലേ, എപ്പോഴും ഉണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിലേ. ഈശ്വരൻ വേറെ ജഗത്ത് വേറെ, രണ്ട് തത്വമാണ് ആകെ ഉള്ളത്, ഒന്നല്ല. ഇത് പറഞ്ഞാൽ അത് ശരിയാ തോന്നും. ഓരോ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ. ഈശ്വരൻ വേറെ ജഗത്ത് വേറെ. ജഗത്ത് മായയിൽ അധിഷ്ഠിതമാണ്, ഈശ്വരനെ മായ ബാധിക്കണില്ല. ഇനി വിശിഷ്ടാദ്വൈതം എന്ന് പറയും. വേറെയാണ് എന്നാൽ വേറെയല്ല, വേറെയാണ് എന്ന തോന്നലാണ് ഉണ്ടാവുന്നത്. വേറെ ഇല്ല, സത്യത്തിൽ വേറെയാണ് എന്ന തോന്നൽ ഉണ്ടാവണു എന്ന് പറയുമ്പോൾ വിശിഷ്ടാദ്വൈതമാവും. അവിടെ മായയുണ്ട്, മായ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ആ മായ ആര് ദൃഷ്ടിച്ചു വെച്ചാൽ ഭഗവാൻ തന്നെയാണ്. ഇനി 7 എന്നൊക്കെ പറഞ്ഞാൽ എന്താവും? പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ആത്മാവ്. ഇതാണ് ലോകം. പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ആത്മാവ്. ശരിയാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാ ശരീരവും, പ്ലസ് മനസ്സും ആത്മാവും അല്ലേ. ഈ 11 എന്ന് പറഞ്ഞാലും തെറ്റൊന്നും ആവില്ല. കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, രണ്ടും കൂടി 10 പ്ലസ് ആത്മാവ്, അതല്ലേ പ്രപഞ്ചം എന്ന് ചോദിച്ചാൽ അങ്ങനെയാവാം. അത് കൂടെ പഞ്ചഭൂതങ്ങൾ ചേർത്താലോ? 5 ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയം, 5 ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയം പ്ലസ് പഞ്ചഭൂതം ആത്മാവ് ആയ 16 തത്വങ്ങൾ. കപില വാസുദേവൻ്റെ 24 തത്വത്തിലോ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ ഈ പറഞ്ഞതിൽ കൂടെ കൂടും. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരവും വേറെയാക്കി. 25 ആത്മാവ്, അതും ശരിയാണ്. അപ്പം ഏറ്റവും വിസ്തരിച്ചിട്ടുള്ള സാങ്കേയോഗം 24 എന്ന തത്വത്തെയാണ് അംഗീകരിക്കുന്നത്. ഭൂരിപക്ഷം അതാണ് ശരിയെന്നാണ് വിശകലനം ചെയ്തിരിക്കുകയാണത്. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5, ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി, പഞ്ചഭൂതങ്ങൾ 5, ഇന്ദ്രിയങ്ങൾ 10, 5ഉം 10ഉം 15, 10ഉം 20, ബുദ്ധി, മനസ്സചിത്തം, അഹങ്കാരം 24 പ്ലസ് ആത്മാവും കൂടിയ അങ്ങനെ. അതന്നെ ജീവാത്മാവും പരമാത്മാവും വേറെ നിന്ന് എടുക്കും ചിലർ. അപ്പം 26 ആവും. 1 നിർത്താൻ 25 എന്നിട്ട് പറയണം ഉദ്ധായി. ഇതിപ്പോൾ ബുദ്ധിയുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും കമ്പയിൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പറയാം. കാരണം ഈ എലിയുടെ പല്ലിൻ്റെ മൂർച്ച പോകാനത്രേ അതിങ്ങനെ കടിക്കണത്. കമ്പിയൊക്കെ കടിച്ചിട്ടത് ആഹാരത്തിനല്ല, കാരണം ഈ മൂർച്ച അധികമായ അതിനൊരു വിഷമം വരുന്നതാണ്. നമുക്കുണ്ട് അത്രയും പല്ല് ഓവർ മൂർച്ച വന്നാൽ തൊണ്ണും അവിടെ ഇവിടെയൊക്കെ മുറിയാനുണ്ട് എന്ന് പറയുന്നത് ദന്തിസ്റ്റ്. അപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ അപ്പോൾ അതിനൊരു ഇര വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പി കടിക്കണ എലി. ഇതേപോലെ ഈ ബുദ്ധിശക്തി കുറച്ച് കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ടാവും പ്രപഞ്ചത്തിൽ. ഈശ്വരൻ അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചിരിക്കണം. ചില എല്ലാവരും ഒരുപോലെ അല്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇര ഇതിന് കൊടുത്തേ പറ്റൂ ചിന്തിക്കാൻ. അല്ലെങ്കിൽ അത് കടന്ന് നമ്മൾ വേറെ തരത്തിൽ ശല്യം ചെയ്യും. ബുദ്ധിശക്തിയല്ലേ, അതിങ്ങനെ പ്രവർത്തിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു ഇര വേണം. അതിനൊരു മാർഗം എന്നല്ലാണ്ട് എന്ത് തത്വമായ എന്താ എന്നെ അറിഞ്ഞാൽ പോരെ. ഇതൊക്കെ എന്തിനാ അറിയും? എന്നെ അറിയാൻ നേരത്തെ പറഞ്ഞ പോലെ പരമലക്ഷ്യം എന്നെ അറിയലാണ്. എന്നെ അറിഞ്ഞ ഒരാൾക്ക് എന്ത് തത്വമായാലും അവർക്ക് ഒരു വിരോധമില്ല. അത് പഠിച്ചിട്ട് ഇപ്പം ഒന്നും കിട്ടാനുമില്ല, പഠിച്ചില്ല അതുകൊണ്ടൊന്നും പോവാനുമില്ല. അതുകൊണ്ട് എന്നെ അറിയാം. അത് ഉത്തമ ഭക്തി കൊണ്ട് അറിയാലോ. എന്തിനാ വെറുതെ അതും ഇതൊക്കെ ചിന്തിക്കണം? അതുകൊണ്ട് ഭക്തിയോട് കൂടിയിട്ട് കൃഷ്ണ, രാമ, ഗോവിന്ദ എന്നിങ്ങനെ ഈ കലിയുഗത്തിൽ വിളിച്ചിട്ട് എന്നെ അനുഭവിച്ചാൽ പിന്നെ അറിയേണ്ടതായിട്ട് എന്തുണ്ട്? ചിന്തിക്കേണ്ടതായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. ഇനി അതിനുശേഷം ഭിക്ഷുഗീത എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമാണ് പറയണത്. അത് 2 കാര്യമുണ്ട് ഭിക്ഷുഗീതയിൽ. ഒന്ന് ധനാസക്തി. നമുക്ക് ആസക്തിയില്ല പല കാര്യങ്ങളിലും. ഒന്നാണ് അത്രേ ധനം. അതിനെയാണ് ഇവിടെ കാണിക്കണം. വേറെയുണ്ട്, സ്ത്രീജനാസക്തി ഉണ്ട്,
ഭാര്യാപുത്രന്മാരിലുള്ള ആസക്തിയുണ്ട്, ചിലർക്ക് വീടിനോട് ആസക്തിയുണ്ട്. ഋഷഭദേവൻ പറഞ്ഞിട്ടുണ്ട് ഗുരു ഒരുപാട് ആസക്തിയുടെ കാര്യം. ചിലർക്ക് കൃഷിസ്ഥലത്താവും, ചിലർക്ക് വീട്ടിലാവും, ചിലർക്ക് ധനത്തിലാവും. പല കാര്യത്തിലായിരിക്കും പലരുടെ താല്പര്യം. പല കാര്യത്തിലും പലരുടെ താല്പര്യം, ഓരോന്നിനെങ്കിലും താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. ആരിലും ഒന്നിലും താല്പര്യമില്ലാത്തവരുണ്ടാവില്ല. അപ്പം ഇവിടെ അതിൽ ധനത്തിനാണ് ശക്തി എന്ന് പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ധനാസക്തി കൊണ്ട് ഒന്നും ആർക്കും കൊടുക്കാതെ ഉള്ള ഒരു ബ്രാഹ്മണൻ കച്ചവടം ചെയ്ത് പൈസ സമ്പാദിച്ചു. അവന്തി രാജ്യത്ത് എത്രയാ സമ്പാദിച്ചെന്ന് വെച്ചാൽ ആർക്കും ഒന്നും കൊടുക്കില്ല. സ്വന്തം പത്നിക്ക് കൊടുക്കില്ല, മക്കൾക്ക് കൊടുക്കില്ല, പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കില്ല എന്ന് പറയാണ്ട് ഒരാൾക്കും ഒന്നും കൊടുക്കാണ്ട് ഈ ധനം എന്തുണ്ടായി? ഒക്കെ ഓരോ വഴിക്ക് പോയി. അതിനെ 5 ആക്കിയിട്ട് വിഭജിക്കണം. പഞ്ചത കുരുതേ സ്വാർത്ഥാൻ, 1 തൻ്റെ ആവശ്യത്തിന്, 5-1 തന്നെ ആശ്രയിച്ചവർക്ക്. ചിലവിന് കൊടുക്കണമെന്ന് അത് കൂട്ടില്ല, അല്ലാണ്ട് കൊടുക്കണം. 5-1 അവർക്ക് അവകാശപ്പെട്ടതാണ്. 5-1 രാജാവിന് ടാക്സായിട്ടും കൊടുക്കണം, അത് ആവശ്യമുള്ളതാണ്. പിന്നത്തെ 5-1 ധർമ്മ വിഷയത്തിലേക്ക്, 5-1 ഭാവിയിലേക്ക് വർദ്ധിപ്പിക്കാൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, LICയോ കുറിയോ ബാങ്കിലോ അങ്ങനെയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാനും 5-1 ഉപയോഗിക്കണം. ഇങ്ങനെയായാൽ 5-1 സുഖമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 100 ചിഹ്ന ഭിന്നമാവും. 100 ചിഹ്ന ഭിന്നമായി ഒന്നും കിട്ടില്ല. ഇവിടെ ഈ ബ്രാഹ്മണൻ ആർക്കും കൊടുക്കാത്തതുകൊണ്ട് ചിഹ്ന ഭിന്നമായി. ആശ്രയിച്ചവർക്ക് കൊടുത്തില്ല, ഗവൺമെൻറ്റിന് കൊടുത്തില്ല, പൂത്തി വെച്ചു. അപ്പോൾ ഗവൺമെൻറ് വന്ന് റെയ്ഡ് ചെയ്ത് ഒരു ഭാഗം കൊണ്ടുപോയി, വെള്ളപ്പൊക്കത്തിൽ നശിച്ചു, അഗ്നിയിൽ നശിച്ചു. മൊത്തം ആ ധനം മുഴുവൻ ആർക്കും ഇല്ലാണ്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ബോധമുണ്ടായി, ധനം ഒന്നിനും ഉപകരിച്ചില്ലല്ലോ, പൈസ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്. അർത്ഥസ്യ സാധനേ സിദ്ധേ കർഷക രക്ഷണവേ, കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണ്, സൂക്ഷിക്കാൻ എത്ര പാടാണ്, കളവ് പോവാണ്ട്. ചിലവായാൽ അതിലേറെ ബുദ്ധിമുട്ട്, കിട്ടിയാലോ അവിടെ എന്ത് ചെയ്യണം എന്നുള്ള അസ്വസ്ഥത തുടങ്ങി. സിദ്ധേ വർദ്ധിപ്പിക്കാൻ അതിലും പാട്. ചിലപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കാണാം അതൊക്കെയാണ് പോകണ കാണാം. അത്ര കോടി നഷ്ടപ്പെട്ടു, ഇത്ര കോടി നഷ്ടപ്പെട്ടു, ജഡ്ജിമാരടക്കം കുടുങ്ങിയെന്ന് പറഞ്ഞു. പേപ്പറിൽ ന്യൂസേ, ഓൺലൈൻ തട്ടിപ്പ്, വർദ്ധിപ്പിക്കാൻ ചെയ്യുകയാണ്, ഇത്ര കോടി ഇട്ട് എത്ര കോടി ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വർദ്ധിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചതി പോയിട്ട് വിടാതിരിക്കണം. ഇങ്ങനൊരു 15 അപകടം പണം കൊണ്ട് ഇവിടെ പറയുകയാണ് ആ ബ്രാഹ്മണൻ. എന്തൊക്കെയാണത്? മോഷണം, മറ്റൊരാളുടെ വേണം തോന്നുക, വർദ്ധിപ്പിക്കാനുള്ള ഉത്സാഹത്തിലേ, ഹിംസ, മറ്റൊരാളെ ദ്രോഹിച്ചിട്ടും 10 കാശ് ഉണ്ടാക്കണം, ദമ്പ, അഹങ്കാരം, പൈസ കൊണ്ട് എന്ത് നേടാമെന്ന ചിന്ത, അതാണ് ദമ്പം. കാമ, കൂടുതൽ ആഗ്രഹം, ഇനിയും വർദ്ധിപ്പിക്കണം. ക്രോധ, ദേഷ്യം വരും. തൻ്റെ പദ്ധതികളെ തടസ്സം ചെയ്യത്തക്ക വിധത്തിൽ മറ്റുള്ളവർ സംസാരിച്ച ദേഷ്യം വരും. 100 കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ, ദേഷ്യം വന്നു. അപ്പോൾ ക്രോധം, സ്മയം, അതുപോലെ തന്നെ അഹങ്കാരം, ഭേദബുദ്ധി, ധനമുള്ളവരോടെ കൂട്ടുകൂടാവൂ, പറ്റൂ, മറ്റവരൊക്കെ മോശക്കാരെന്ന ഭേദബുദ്ധി. ഭേദോ വൈരം അവിശ്വാസ, കൊടുത്ത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ദേഷ്യായി, ശത്രുത. ഇങ്ങതേ പഞ്ചദശാനർത്ഥ അർത്ഥമൂല വജന്തിഹി, അർത്ഥമൂലം കൊണ്ട് ഈ 15 അപകടം ഉണ്ട് എന്ന് ഈ ബ്രാഹ്മണൻ സ്വയം വിലയിരുത്തി. അർത്ഥമൂല മതാനൃണാം എന്നർത്ഥം. അതിനെന്ത് ചെയ്തു? എല്ലാം വേണ്ടാന്ന് വെച്ച് കാവ്യം എടുത്ത് എല്ലാ സംഘവും ത്യജിച്ച് അങ്ങനെ സഞ്ചരിക്കാൻ ആത്മാരാമനായിട്ട്. ഇപ്പം ചില ആൾക്കാർക്ക് ഇയാളോട് വളരെ ദേഷ്യമുണ്ടായിരുന്നു. ആർക്കും ധനം കൊടുക്കാത്തതുകൊണ്ട് കളിയാക്കി, തലയിൽ തുപ്പി വർഷിച്ചു, വിസർജ്യങ്ങൾ, പൂണൂല് പൊട്ടിച്ചു, വടിയെടുത്ത് അടിച്ചു, ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തപ്പോഴും ഒന്നും ഈ ബ്രാഹ്മണൻ പ്രതികരിച്ചില്ല. അപ്പോൾ ധനത്തിനോടുള്ള ആസക്തിയാണ് എന്നെ സ്വാർത്ഥനാക്കി ഈ ലോകത്ത് നിന്ന് തന്നെ അകറ്റിയത്. അപ്പോൾ ധനാസക്തി വിട്ടു. ഇനിയൊരു കാര്യം എന്താ? മനസ്സാണ് സുഖദുഃഖത്തിന് കാരണം. സുഖം തരണതും ദുഃഖം തരണതും മനസ്സാണ്. ആ മനസ്സിനെ ശരിയാക്കി എവിടെയും സുഖം ഉണ്ടാവും. മനസ്സിനെ ശരിയല്ലെങ്കിൽ സ്വർഗത്തിലും സുഖം ഉണ്ടാവില്ല. ഒരാൾ പറയുകയും ചെയ്തു, നമ്മൾ ഈ സുഖം കിട്ടാൻ വേണ്ടി പലതും മാറ്റി കളിക്കുക. വീട് മാറി നോക്കും, ഭാര്യ അടക്കം ഡൈവേഴ്സ് ചെയ്ത് മാറ്റി നോക്കും, എല്ലാം മാറ്റും, വാഹനം മാറ്റി നോക്കും. ഒന്നാണ് മാറ്റിയാൽ മതിയായിരുന്നു, മനസ്സേ.
ആ മനസ്സൊന്ന് മാറ്റി പിന്നെ ബാക്കിയൊന്നും മാറ്റേണ്ടതെന്നാണ്. കാരണം എങ്ങനെ മാറ്റണം? എങ്ങനെയുള്ള സാഹചര്യമായിട്ട് ഇണങ്ങണം മനസ്സാക്കുക. സമാധാനം കിട്ടി. അപ്പം ആ ഒരൊറ്റ മൂലിക ചേതക്കല്ലസ ബന്ധായ മുക്ത ഏജാത്മനോ നൃണാം. കപിലോപദേശം എവിടെയാണ് തുടങ്ങണം? ചേതസ്, മനസ്സ്. അമ്മ അവിടെയാണ് ദുഃഖ കാരണം കേട്ടോ. ഇത് പുറത്തന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. ആത്മൈവയ്ക്കാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമുക്ക് നമ്മളാണ് രിപു, നമുക്ക് നമ്മളാണ് ബന്ധു. അപ്പം ആ ആത്മാവിനെ ബന്ധുവാക്കിയാൽ മതി. എന്തുണ്ടെങ്കിലും സഹിക്കാനും അതിനോട് കൂടിയിട്ട് പൊരുത്തപ്പെടാനും ശ്രമിക്കുക. മനസ്സിൽ വലിയ സങ്കല്പങ്ങളോ നിർബന്ധങ്ങളോ വേണ്ട. അപ്പം അത് ഇദ്ദേഹം ന്യായഞ്ജനോ മേ സുഖദുഃഖ കേതുർനദേവതാത്മാ ഗൃഹകർമ്മകാല എന്ന് പറയാണ്. ഈ ഉപദ്രവിക്കണ ചുറ്റുപാട് നിൽക്കുന്ന ആളുകളല്ല എൻ്റെ സുഖദുഃഖത്തിന് കാരണം, അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം. മനഃപരങ്കാരണമാമനന്തി സംസാരചക്രം പരിവർത്തി. ഞാൻ മനസ്സുകൊണ്ട് ദുഃഖിക്കില്ല എന്ന് ഉറപ്പിച്ചാൽ ഒരാൾക്കും എന്നെ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. അത് ഉറപ്പിക്കാത്തവർക്ക് എവിടെ പോയാലും ദുഃഖമേ ഉണ്ടാവുള്ളൂ. അപ്പം മനസ്സ് ശത്രുവാണ്. നല്ലതും ചീത്തയും കലർന്ന എല്ലാ അനുഭവങ്ങളും സൃഷ്ടിക്കുന്നത് മനസ്സാണ്. മനസ്സ് തന്നെയാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നത്. ദാനം, സ്വധർമ്മം, നിയമം, തൽക്കർമ്മങ്ങളെല്ലാം അതിനെ നിയന്ത്രിക്കാനാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പിന്നെ ഒരു കർമ്മത്തിനോ ഒരു നിയമത്തിനോ അർത്ഥമില്ല. ഒന്നിനും ഒരർത്ഥം പിന്നില്ല. അതിനു വേണ്ടിയാണത്. ദാനം, സ്വധർമ്മോ, നിയമോ, യമശ്ച, ഇതെല്ലാം അതിനു വേണ്ടിയാണ്. ഒതുങ്ങാത്ത മനസ്സുള്ളവൻ ഇത് അനുഷ്ഠിച്ചിട്ട് ഒരു കാര്യമില്ല. അല്ലാണ്ട് തന്നെ ഒതുങ്ങുകയാണെങ്കിലോ അതുകൊണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനൊന്നുമല്ല പ്രാധാന്യം. വ്രതങ്ങൾ, കാര്യങ്ങൾ ഒക്കെ അനുഷ്ഠിച്ചാലും അനുഷ്ഠിച്ചാലും നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഇത് അനുഷ്ഠിക്കേണ്ട ആവശ്യം എന്താ? ഇത് ചെയ്തിട്ട് യാതൊരു മാറ്റവും ഇല്ല. എന്തിനാ അനുഷ്ഠിക്കണം? അപ്പോൾ എപ്പോഴും ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ ഊന്ന മാർഗത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അവിടെ കിടന്ന് തിരിഞ്ഞുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിൽ എത്തില്ല. ദേവതകളാണെങ്കിലായിക്കൊള്ളട്ടെ ആത്മാവിനെ എങ്ങനെ അത് ബാധിക്കും? ഗ്രഹത്താണെങ്കിലായിക്കൊള്ളട്ടെ അത് മനസ്സിനെ, ആത്മാവിനെ എങ്ങനെ ബാധിക്കും? കർമ്മം ആണ് ദുഃഖത്തിന് കാരണമെങ്കിൽ ആത്മാവിനെ അത് ബാധിക്കില്ല. കാലമാണെങ്കിൽ അതും ബാധിക്കില്ല. ഇതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നു എന്നല്ലാണ്ട് മനസ്സ് ഇതിലൊന്നും പറ്റി പിടിക്കാത്ത ഒരു അവസ്ഥയിലാക്കി തീർത്താൽ ഏത് ഘട്ടത്തിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സുഖദുഃഖത്തിന് മറ്റൊരാളല്ല കാരണം, നമ്മൾ തന്നെയാണ് എന്ന് ഉള്ള സന്ദേശമാണ് ഭിക്ഷുഗീത നമുക്ക് തരണം. മനസ്സിനെ ഒന്നിനോടും ദുഃഖിപ്പിക്കാത്ത അവസ്ഥ, ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെടുന്ന ഒരവസ്ഥയിലാക്കി മാറ്റിയാൽ പിന്നെ ബാക്കി മാറ്റണ്ട, ഒറ്റൊന്ന് മാറ്റിയാൽ മതി. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചം. അത് ശരിയാക്കാൻ പറ്റില്ല. അപ്പം എന്തേ മാറ്റാൻ പറ്റൂ? നമ്മുടെ മനസ്സേണ മാറ്റാൻ പറ്റുള്ളൂ. ഇതാണ് ഭിക്ഷുഗീത. അങ്ങനെ ഈ ഭിക്ഷുഗീത ശരിക്കും നമ്മൾ പഠിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കലാണ് സുഖദുഃഖങ്ങൾക്ക് അടിസ്ഥാനം. ആ മനസ്സാണ് സുഖദുഃഖങ്ങളെ സൃഷ്ടിക്കുന്നത്. ദുഃഖമില്ലാണ്ടിരിക്കാൻ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന് പഠിച്ചാൽ ദ്വന്ദ്വബോധം, ദുഃഖം അവനുണ്ടാവില്ല. അതുകൊണ്ടിട്ടാണ് ഭിക്ഷുഗീത ഭഗവാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. കാമം, ക്രോധം, വൈരം മുതലായിട്ടുള്ള വിവിധ ഭാവങ്ങളിൽ മനസ്സ് പോകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ദുഃഖിക്കാനായിട്ട് കാരണം ആവണം. ഇനി അടുത്തത് സാഖ്യം പൂർവേർ വിനിശ്ചിതം. സാഖ്യയോഗത്തെ പറ്റിയൊരു അധ്യായത്തിൽ ചുരുക്കി പറയുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഈ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി. കഴിയണ സമയത്ത് ഇതൊക്കെ അതിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഒരു ഏരിയയിൽ, ടെലസ്കോപ്പിക് ഏരിയയിൽ വലിച്ചാൽ അത് വലുതാവും. അത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോണ പോലെ മഹത്തത്വം, അഹങ്കാരം, അത് മൂന്നായിട്ട് പിന്നെ സാത്വികൻ, രാജസം, താമസം, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ എന്ന പ്രകാരത്തിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നെന്നൊരു ക്രമം ഉണ്ടല്ലോ അതിന് സൃഷ്ടി പറയുമ്പോൾ. അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നു. പ്രളയകാലം വരുമ്പോഴോ അതേപോലെ അതിലേക്ക് ചുരുങ്ങി കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനാണ് സാഖ്യയോഗം. സാഖ്യയോഗത്തിൽ വർണ്ണിച്ച് വിവരിക്കുന്നത് ഇതാണ് എന്നും പറഞ്ഞ് ഗുണവിഭാഗങ്ങളെ പറയാം എന്നും പറഞ്ഞ് സാത്വിക, രാജസ, താമസ ഭാവങ്ങൾ അതൊരു വലിയ വിഷയമാണല്ലോ ആത്മീയത്തിൽ. അങ്ങനെ ഒരു അധ്യായത്തിൽ അതിനെ പറയുകയാണ്. തുടർന്നുള്ള ഭാഗത്തിൽ കായേന വാചാ മനസേന്ദ്രിയേർവ
ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യദ്യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.